എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവിക പദ്ധതികളുടെ സവിശേഷതകൾ. ഇപ്പോൾ നമ്മൾ പാടിയതുപോലെ ദൈവിക പദ്ധതിയുടെ എല്ലാം പരമപ്രധാനമായ ആ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനും ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കുമായിട്ട് തീർക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതായ സത്യം, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത് പൂർണ്ണതയുള്ളതാണ്. അത് തക്ക സമയത്താണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും പൂർത്തിയാകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യുന്നു. മൂന്നാമതായിട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ സഭാപ്രസംഗിയിലൂടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളുമെല്ലാം താൽക്കാലികമല്ല, അത് ശാശ്വതമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെ വായിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്ന് കൂട്ടുവാനോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുവാനോ കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവിക പദ്ധതിയെ നമുക്കാർക്കും അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാൻ, ദൈവമിട്ട പദ്ധതിയെ അതിൽ നിന്നും വ്യത്യാസം വരുത്തുവാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പോഴെന്താണ് നമ്മളവിടെ ചെയ്യേണ്ടത്? അവിടെ ആ ദൈവഹിതത്തിന് നമ്മളെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവിക പദ്ധതികളുടെ പ്രാരംഭം നമുക്കല്പം പ്രയാസമായും കയ്പായും ഒക്കെ തോന്നിയേക്കാം. എന്നാൽ നമ്മൾ പാടുന്നത് പോലെ മാറയെ മധുരമാക്കുന്ന ഒരു ദൈവമാണ്. ആദിയെങ്കിൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. അത് ദൈവിക പ്രവർത്തികൾ സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയുന്നതിന് പ്രയാസമെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് പറയുവാനായിട്ട് സാധിക്കും, ഇത് ദൈവിക പദ്ധതി ദൈവനാമ മഹത്വത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കുമായി ഇത് ഭവിച്ചു. അതേ പ്രിയമുള്ളവരെ, സകലവും അവൻ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. വീണ്ടും റോമാലേഖനത്തിൽ വായിക്കുന്ന പ്രകാരമാണല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും അവൻ സകലവും എന്തൊക്കെ ജീവിതത്തിലേക്ക് വരുന്നു അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിലെ നന്മ അനുഭവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് കഴിയുന്നു. പ്രിയമുള്ളവരെ, അതേ ദൈവിക പദ്ധതികളെ നമുക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ അതിൻ്റെ സമയത്തെ മാറ്റുവാനോ ഒന്നും നമുക്ക് കഴിയുകയില്ല. അതിനെ തിരിച്ചറിയുവാനും നമുക്ക് പ്രയാസമാണ്. എന്നാൽ അത് ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ചില ഉദാഹരണങ്ങളിലേക്ക് വരുമ്പോൾ, ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് പ്രാരംഭത്തിൽ അതൊരു പ്രയാസമേറിയ കാര്യമായിട്ട് തോന്നുന്നുവെങ്കിലും അതിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ദൈവിക പദ്ധതി ഇതായിരുന്നുവല്ലോ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തി 27-ാം അധ്യായവും 28-ാം അധ്യായവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതായ ദൈവിക പദ്ധതികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പൗലോസിനെയും കൂട്ടരെയും തടവുകാരെ റോമിലേക്ക് യാത്ര കൊണ്ടുപോകുമ്പോൾ ആ യാത്രാ മധ്യേ അവർ പല പ്രതിസന്ധികളെ കടലിൽ നേരിടുന്നു. 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കടലിലെ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് കാറ്റും കോളും ഒക്കെ അടിച്ച് കപ്പൽ ഛേദനമൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, മെലിത്ത എന്ന ഒരു ദ്വീപിൽ അവർ എത്തിച്ചേർന്ന ശേഷം അവിടെ ശീതം അതികഠിനമായതുകൊണ്ട് പൗലോസ് ഇറങ്ങി അവരെല്ലാം തീ കായുവാനായിട്ട് അടുത്ത് നിന്ന് വിറകു പറക്കി കൊണ്ടുവന്നിടുമ്പോൾ ഒരു അണലി പൗലോസിൻ്റെ കയ്യിൽ കടിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 27-ഉം 28-ഉം അധ്യായങ്ങളൊന്ന് വായിക്കണം.
അപ്പോൾ ആ അണലി കടിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും വിഷമുള്ളതായ ഒരു പാമ്പാണ് അണലി. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ ഉള്ളപ്പോഴും എന്തുകൊണ്ട് പൗലോസിനെ ഈ അണലി കടിക്കുവാൻ കർത്താവ് അനുവദിച്ചു? ഞാൻ പറയുന്നത്, ആ വിറകിനുള്ളിൽ ആ അണലിയെ കരുതി വെച്ചതും കർത്താവ് തന്നെയായിരുന്നു. അവിടെ ഒരു വലിയ ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. നമ്മളവിടെ വായിക്കുന്ന അവിടെയുള്ളതായ നാട്ടുകാർ, ബർബരന്മാർ ഈ പൗലോസിനെയൊക്കെ അവിടെ സ്വീകരിച്ച് നല്ല സ്വീകരണമൊക്കെ കൊടുത്തു, അവരെ നല്ലവണ്ണമൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ പൗലോസിനെ അണലി കടിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കണ്ടപ്പോൾ അവർ പൗലോസിനെ കുറ്റപ്പെടുത്തുന്നു. അവർ കണ്ടപ്പോൾ പറയുന്നത്, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, പൗലോസിനെ അണലി കടിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങളുടേതായ പ്രതികരണം ഇതായിരുന്നു. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ചിന്തിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, അണലിയെ വിറകിനുള്ളിൽ കരുതി വെച്ച കർത്താവ് അണലിയെ കടിപ്പിക്കുന്നു. എന്നാൽ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. ഒരണലി കടിച്ചിട്ട് ഒരു ദോഷവും പറ്റാതെ ഇരിക്കുന്ന പൗലോസിനെ നോക്കിയിട്ട് അവിടെയുള്ളതായ ചുറ്റുപാട് നിന്നതായ ബർബന്മാരായ ആ നാട്ടുകാരായ ആൾക്കാർ ഒന്ന് ഭയക്കുന്നു, ഒന്ന് പേടിക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഇത് ആരാ? ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അവരവിടെ തിരിച്ചറിയുകയാണ്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്തു ചെന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ആ ദേശത്ത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് അത് ഇടയായി തീർന്നു. അവിടെയുള്ള ബർബരന്മാർ കർത്താവിനെ അറിയുന്നതിനും കർത്താവിൻ്റെ ശക്തി അറിയുന്നതിനും, ഒരു പക്ഷേ പൗലോസ് നേരിട്ട് വന്ന് അവിടെ സുവിശേഷം പറഞ്ഞാൽ അവർ അത് സ്വീകരിക്കുന്നതിന് പ്രയാസമുണ്ട്. എന്നാൽ ഇത് നോക്കിക്കേ, ഒരു ദൈവിക പദ്ധതിയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ഒരണലിയെ വിറകിൽ കരുതി വെക്കുകയും അത് പൗലോസിനെ കടിക്കുകയും അതൊരു ദോഷം വരുത്താതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്തുള്ളവർ പൗലോസിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അവർ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. ചില അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. അതിൻ്റെ ശേഷം അവർ കർത്താവിൽ വിശ്വസിക്കുന്നതിന് അത് കാരണമായി തീർന്നു. പലരും ഈ ദൈവത്തെ അറിയുന്നതിന് അത് മുഖാന്തരമായി എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ അതിൻ്റെ അവസാനത്തിൽ പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു, ദൈവത്തിന് മഹത്വം കരേറ്റി. അതേ പ്രിയമുള്ളവരെ, ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ദൈവിക പദ്ധതി, ദൈവനാമ മഹത്വത്തിന്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അവിടുത്തെ പദ്ധതികളെ പലപ്പോഴും തിരിച്ചറിയുന്നതിന് പ്രയാസമുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോഴും അവിടെയും ദൈവനാമ മഹത്വത്തിനായിട്ട് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ കർത്താവെ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ദൈവിക പദ്ധതി പൂർത്തിയാക്കി അവിടെയുള്ളതായ ആ ബർബരന്മാരെ ആൾക്കാർക്ക് കർത്താവെ, ആ ദേശക്കാർക്ക് ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് പൗലോസിൻ്റെ ജീവിതം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. അതുപോലെ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ വിടുതൽ ദൈവനാമ മഹത്വത്തിനായി തീരുവാനും ദൈവിക പദ്ധതികളെ തിരിച്ചറിയുവാനുള്ള കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.